கடலாய் பேசிடும் வார்த்தைகள் யாவும் துளியாய் துளியாய் குறையும். மௌனம் பேசிடும் பாஷைகள் மட்டும் புரிந்திடுமே. தானா எந்தன் கண்கள் ரெண்டும் முந்தன் திசையில் നടക്കും. VMTV അവതരിപ്പിക്കുന്ന ഇഞ്ചോടഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, നമ്മളിപ്പം കറക്റ്റായിട്ട് എവിടെയാണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ശംഖുമുഖം ബീച്ചിൽ. ശംഖുമുഖത്താണല്ലേ ഫേമസ് കപ്പിൾ സ്പോട്ട്. ഓക്കെ. അല്ല, ഇപ്പൊ ഇന്നെന്താ പരിപാടി? ഇന്നെന്താണ് പരിപാടി? ഓരോരുത്തരടുത്തായിട്ട് ചോദ്യം ചോദിച്ച് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങണം. ശരി, ആദ്യമായിട്ട് നമുക്ക് ഇപ്പൊ അവിടെ കുറച്ച് പിള്ളേരൊക്കെ കൂടി നിപ്പുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാല്ലേ? നമുക്ക് പോയി നോക്കാം. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് ഇവരെ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് പറയുന്നത്? പക്ഷെ നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ VMTVയുടെ എൻജോയ്ഡ് എന്നുള്ള പ്രോഗ്രാമായിട്ടാണ് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ ആദ്യം നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ദീപു. ഞാൻ BCom UIT വേലയിൽ BCom പഠിക്കുന്നു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പ്രവീൺ BCom പഠിക്കുന്നു. സെയിം അച്ഛൻ അമ്മ ചേച്ചി. എൻ്റെ പേര് നിതിൻ. BCom. അല്ല ഞാൻ BBA. എൻ്റെ പേര് സുദൈസ്. അല്ല, ഒരു കാര്യം, നിങ്ങളൊക്കെ ഏത് കോളേജിലാണ്? നമ്മളിവിടെ UIT എന്ന് പറയും, വേളിയിൽ പുതിയതായിട്ട് തുടങ്ങിയാണ്. അവിടെയാണ് വീട്ടില് അനിയത്തി, ട്വിൻ ബ്രദർ, അമ്മ, അച്ഛൻ. ഐഡന്റിക്കലല്ല. എൻ്റെ പേര് അമല്. ഞാൻ ഇത് കോളേജ് തന്നെ BBA. സെയിം ക്ലാസ്. വീട്ടിൽ അച്ഛൻ, 2 ചേച്ചി, ഞാൻ. ജുനൈദ്. ഞാൻ +1 സെന്റ് ജോസഫ്. എൻ്റെ പേര് ശിവപ്രസാദിയും. ഞാൻ ഇവിടെ UIT തന്നെ, ഇവരിവിടെ തന്നെ പഠിക്കുന്നത്. അയ്യോ, എന്റെ വട്ടിയൂർക്കാവ് അമ്മച്ചി. അല്ല കോളേജ് ഇവരെ ക്ലാസ് BBA. എൻ്റെ പേര് സുഹൈൽ. BBA. സെയിം. അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്തൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഒരു റാൻഡമായിട്ട് 10 അല്ലെങ്കിൽ 20 ചോദ്യം ഞങ്ങൾ ചോദിക്കും. നിങ്ങളിൽ ആരായിരുന്നാലും ഒരു മിനിമം ഒക്കെ ഒരു മൂന്ന് ഉത്തരം കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. കാരണം ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു ഡീപ്പായിട്ടുള്ള ഒരു മലയാളം ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ പോവുകയാണ്. സുഖത്തിലും ഞാനുണ്ട്, ദുഃഖത്തിലും ഞാനുണ്ട്. ആരാണ് ഞാൻ? മദ്യം. അത് ഇപ്പോഴത്തെ കാലത്തിൽ മറ്റേ ദീർഘമല്ലേ? അതാണടാ ഞാനുണ്ട്. കറക്റ്റ്. കറക്റ്റായിട്ട് കറക്കി കുത്തിയതാണ് ജുനൈദിനാണ്. ഫസ്റ്റ് ഉത്തരം പറഞ്ഞേക്കുന്നത് ജുനൈദാണ്. അപ്പം ഫസ്റ്റ് ഉത്തരം പറഞ്ഞേക്കുന്നത് ജുനൈദാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അശ്വതി. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. ഒന്നുകൂടെ ആലോചിച്ച് നോക്കും. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. ഇത്രയും ക്ലൂ തരാൻ പറ്റൂ. ഇനിയിപ്പോ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഓരോ പേരുകളാണ് ഇതിന്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയോ. അപ്പം ജുനൈദ് പേരെന്തായിരുന്നു? ജുനൈദും ദീപുമാണ് കോമ്പറ്റീഷനിൽ വന്നു തുടങ്ങിയൊക്കെയാണ്. ഒരാൾ ആദ്യം ചവിട്ടുന്ന പാത്രം. ഗർഭപാത്രം. കറക്റ്റ്. ഇതിപ്പോ അടുത്ത ആളും ഇപ്പം കറക്റ്റായിട്ട് ഓരോരുത്തരും ഓരോ ഉത്തരവ് കൊണ്ട് പോവുകയാണ്. നമ്മളിപ്പോ ഇനി കുഴയും. കൺഫേം. 4 4 കൂട്ടുമ്പോൾ 9 ആകുന്നത് എപ്പോൾ? കറക്റ്റ് ആൻസർ. ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാരും ആൻസർ പറയുന്നുണ്ട്. പെടും. അതാണ് നീ പറഞ്ഞോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം?
രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞേക്കുകയാണ്. മരിക്കാതിരിക്കാൻ എന്ത് ജനിക്കാതിരിക്കണം? ആരൊക്കെ പറഞ്ഞത്? ജീവിക്കണം. ജീവിക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. പ്രവർത്തന സമയത്തും അവധി സമയത്തും അടച്ചിടുന്നത് എവിടെ? പ്രവർത്തന സമയത്തോ അവധി സമയത്തോ അടച്ചിടുന്നത് പോസ്റ്റ് ഓഫീസ്. അല്ല. പ്രവർത്തന സമയത്തും അവധി സമയത്തോ അടച്ചിടുന്നത് എവിടെയാണ്? ഒന്നുകൂടെ ആലോചിച്ചാൽ കിട്ടും. പോസ്റ്റ് ഓഫീസ്. നമ്മളെല്ലാരും അല്ലേ പറയണ്ട, ക്ലൂ കൊടുക്കരുത്, സിമ്പിൾ ആണ്. എല്ലാരും പോകുന്ന ഒരു സ്ഥലമാണ്, അറിയാമോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രവർത്തന സമയത്തും ഒരിക്കലും അല്ല. ഇത് ജസ്റ്റ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. കപ്പിൾസ് ആയിട്ടൊക്കെ മാക്സിമം എവിടെയൊക്കെയാണ് പോകണമെന്ന്. ഓക്കെ, രണ്ടെണ്ണത്തിനും കറക്റ്റ് ആൻസർ നിൽക്കണം. അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചോ. ഓക്കെ, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ആർക്കെങ്കിലും അറിയാമോ? അറിയാമോ? റെയിൽവേ സ്റ്റേഷൻ. മതിയാ, സമയം പോലെ. സമയം പോയി. മതി മതി, ഇത്ര സമയം കൊടുത്ത ആൻസർ പറഞ്ഞു. മോഡറേഷൻ. തലയുള്ളപ്പോൾ ഉയരക്കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരക്കൂടുതൽ എന്താണ്? തലയുള്ളപ്പോൾ ഉയരക്കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരക്കൂടുതൽ എന്താണ്? നീ പറഞ്ഞ നിനക്ക് ഫസ്റ്റ് പ്രൈസ് ആണ്. ആലോചിച്ച് നോക്ക്, സിമ്പിൾ ആണ്. അറിയാമോ? ഇവിടുത്തെ വിന്നർ നീയാണ്. തലയില്ലാത്തപ്പോഴാണോ ഉയരം കൂടുതൽ? തല ഉള്ളപ്പോൾ ഉയരക്കുറവ്. അതിൽ തന്നെ ആൻസർ ഉണ്ട്. ആൻസർ കൊടുക്കടാ. തലയണ. തല ഉള്ളപ്പോൾ ഉയരക്കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരക്കൂടുതൽ. ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരിക്കലും കായ്ക്കാത്ത മരം പറ. ഒരിക്കലും കായ്ക്കാത്ത മരം. ഇത് സീരിയസ് സമരം അല്ല. അമരം. അറിയാമോ? അല്ല, സമരം. ഞാൻ പറ്റിക്കാനായിട്ട് നോക്കിയ ഫേസ് മാറിയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ കറക്റ്റ്, സമരമാണ്. സമരം. അപ്പം ആര് കൊണ്ടുപോയാലും വീട്ടിലേക്ക് തന്നെ കിട്ടത്തല്ലേ? കുടുംബത്തിന് തന്നെ. ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും പറക്കാത്ത അല്ല. അറിയാമോ? കുറച്ച് കോമഡി ആയിട്ട് തിങ്ക് ചെയ്താൽ മതി. അറിയാമോ? ഒരിക്കലും പറക്കാത്ത കറക്റ്റ്. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മളിപ്പം കറക്റ്റ് ആയിട്ട് നമ്മുടെ വിന്നറിന്റെ അടുത്ത് തന്നെ വന്നേക്കാണ്. ഓക്കെ, ഒന്ന് ചുമ്മാ ഒന്ന് പരിചയപ്പെടുത്തിക്ക്. എൻ്റെ പേര് സുധൈസ്. ഞാൻ BBAക്ക് പഠിക്കുന്നു ഇവിടെ UIT വേളിയിൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഫുൾ ഗിഫ്റ്റും കൊണ്ടുവയ്ക്കുന്നത് നിങ്ങളുടെ കുടുംബക്കാരാണ്. അപ്പൊ സന്തോഷമായല്ലോ. സന്തോഷം. അപ്പൊ എല്ലാരും കൂടെ കൈയടി കൊടുത്തോ. கடலாய் பேசிடும் வார்த்தைகள் யாவும் துளியாய் துளியாய் குறையும், மௌனம் பேசிடும் பாஷைகள் மட்டும் புரிந்திடுமே. தானா எந்தன் கண்கள் ரெண்டும் முந்தன் திசையில் நடக்கும், தூரம் நேரம் காலம் எல்லாம் சுருங்கிடுமே. இந்த காதல் வந்து விட்டால் நம் தேகம் நிறங்கிடுமே. விண்ணோடும் முகிலோடும் விளையாடி திறந்திடுமே. விழிமூடி யோசித்தால் அங்கேயும் வந்தால் முன்னே முன்னே, தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடிது போல் மழைக்காலம் என் வாழ்வில் வருமா? மழக்கிளியே மழக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை கண்டேனே. மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை കണ്ടേനേ സെൻട്രേനേ. ഇപ്പൊ ശിവപ്രസാദ് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. സൂര്യ ഫാൻ ആണെന്നാണ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞേക്കണത്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭാവിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.